ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ തന്നെയാണ്. അതായത് ആ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ട് 4.5 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. നല്ലൊരു അടിപൊളി എലിവേഷനോട് കൂടി തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് വശം കണ്ട നല്ല വീതി കൂടിയ ടാറിനോടാ, ഒരു 5 മീറ്റർ വീതി. അതായത് ഒരു ബസ് ഒരു കാർ കിടക്കണമെങ്കിലും മറ്റൊരു വാഹനത്തിന് പോകാനുള്ള സ്പേസ് ഉണ്ട്. അത് ധാരാളം വീടുള്ള ഒരു ഏരിയ, എല്ലാ വീടുകളിലും ആൾറെഡി ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ. അതുപോലെ ഈ ഒരു ഭാഗം ബസ് റൂട്ടിൽ നമുക്ക് കാണാട്ടാ, ടാറിനോട് തന്നെയാണ് മുൻവശം. ധാരാളം വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ മുൻവശം കണ്ട നല്ല വീതി കൂടിയ ഒരു സ്ലൈഡിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അറ്റം വരെ തള്ളി നിൽക്കാവുന്ന രീതിയിൽ. അപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വയ്ക്കും. പിന്നെ കളർ പെയിൻറ്റ് ചെയ്യൂട്ടാ, ഒരു ആഷ്യൻ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്യും. ഇവിടെ വലിയൊരു വാഹനം നമുക്ക് വീണ്ടും മുൻവശത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് കയറ്റി നിർത്താനുള്ള സ്പേസ് ഉണ്ട്. കണ്ട വലിയൊരു വാഹനം. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ വാഹനങ്ങളും കയറ്റി നിർത്താനുള്ള സ്പേസ് ഉണ്ട്. വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കിണറാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ കേട്ടോ. എത്ര വലിയ വേനൽക്കാലം വന്നാലും വെള്ളം പറ്റില്ല. അപ്പോൾ എത്ര വലിയ പ്രളയമായിക്കോട്ടെ വെള്ളം കയറാത്തൊരു ഏരിയ. 4.5 സെൻറ്റ് 1700 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. ധാരാളം LED ബൾബുകൾ, കളർ പെയിൻറ്റിങ്, ടെക്സ്ചർ വർക്കുകൾ എല്ലാം കൊണ്ട് നല്ല മനോഹരമായൊരു വീട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ സിറ്റ് ഔട്ടാണ്. ഇവിടെ വീതി കൂടിയ ഗ്രാനൈറ്റ് ബോർഡർ കൊടുത്തിട്ട് വൈറ്റ് വീതി കൂടിയ ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ പാളി ഡോറ് തേക്ക് വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കയറി വരുന്ന ലിവിങ് ഹാളാണിത്. അതേ ടൈൽ തന്നെയാണ് കണ്ട, വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ വിൻഡോസ്, പ്രൊഫൈൽ വർക്കുകൾ, BLDCയുടെ റിമോട്ട് കൺട്രോൾ ഫാന്, LED ബൾബുകൾ, ലിവിങ് ഹാളൊക്കെ മനോഹരമാക്കിയിട്ടുണ്ടെന്ന് പറയാം. എല്ലാം കൊണ്ടും സൂപ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ മൾട്ടിവുഡിൽ അടിപൊളിയൊരു TV യൂണിറ്റ് നമുക്ക് കാണാം. LED ബൾബൊക്കെ കൊടുത്തിട്ട് പ്രൊഫൈൽ വർക്കൊക്കെ ചെയ്തിട്ടേ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ലിവിങ് ഹാളിൽ ഒരു ആർച്ചോട് കൂടിയിട്ടാണ് നമ്മൾ ഡൈനിങ് ഹാളിൽ കിടക്കുന്നത്. അതും മൾട്ടിവുഡിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ചെറിയ LED ബൾബൊക്കെ വെച്ചിട്ട് കുറേ പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ്. അതേ മാച്ചിങ് ടൈല്, വീതി കൂടി ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ക്രോക്കറി യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും BLDCയുടെ ഫാൻ, റിമോട്ട് കൺട്രോൾ ഫാൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് നല്ല കളർഫുള്ളിൽ കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതേ ഫുൾ ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയറിൻ്റെ ഭാഗത്തായിട്ട് മിററൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തൊട്ട് സൈഡിലായിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂം, ഡൈനിങ് ഹാളിൽ തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോക്സി ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വർക്കും ഇവിടെ ഓൾറെഡി സെറ്റാണ്. അതുപോലെ AC പോയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വാൾഡ്രോബ്സ് കണ്ട ഡെസി യൂണിറ്റോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡ് ഡിസൈനിൽ കണ്ട വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും BLDCയുടെ ഫാനൊക്കെ വെച്ചിട്ട് ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിൽ തൊട്ട് ചേർന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയോട് കൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, വാഷ് ബേസൻ, അതുപോലെ വീതി കൂടിയ ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആ സ്റ്റെയറിന് അടിയിലുള്ള ബാത്റൂമാണ്. ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് ഡൈനിങ് ഹാളിൽ നിന്നാണ് രണ്ടാമത്തെ ബെഡ്റൂം തുടങ്ങുന്നത്. ഇത് 12 ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്തിരിക്കുന്നത്. വിൻഡോസിലൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹോൾ സീലിംഗ് വർക്കൊക്കെ വെറൈറ്റി രീതിയിലാട്ടോ, പല ഡിസൈനിലാണ്. ഇവിടെയും BLDCയുടെ ഫാൻ ഉണ്ട്. വാൾഡ്രോബ്സ് ഡെസി യൂണിറ്റോട് കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും. വ്യത്യസ്ത നിറത്തിലോട് കൂടിയ ടൈലാണ് വാൾ ടൈലിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലൊക്കെ ഫുൾ ലെങ്ത്തിൽ ഒരു കളറും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലൊക്കെ വൈറ്റ് ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വേറൊരു വർക്ക് പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ വർക്കും ഓൾറെഡി സെറ്റ് അതിൽ. ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് കിടക്കുന്ന ഭാഗം ഗ്ലാസ് ഡോറോട് കൂടിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് കിടക്കുന്നു. ഒരു വുഡ് ഡിസൈനിലെ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ട വീതി കൂടിയ ടൈൽ തന്നെ. ഒക്കെ അപ്പോക്സി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹോബും ചിമ്മിനിയൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. വീതി കൂടിയ ഗ്രാനൈറ്റ് ഇവിടെ ടേബിൾ ടോപ്പിലും കൊടുത്തിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെയും ഹോൾ സീലിംഗ് വർക്കും BLDCയുടെ ഫാനും ചെയ്തിട്ടുണ്ട്. താഴെയും ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ട ഫുൾ ലെങ്ത്തിലും വൈറ്റ് കോമ്പിനേഷനിലാണ് അവിടെ തന്നെ. അതുപോലെ ചുറ്റും വാൾട്ടയിലും കൊടുത്തിട്ടുണ്ട് അപ്പോക്സ് ചെയ്തിട്ട്. കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നു. അതേ മാച്ചിങ് കണ്ട ഒരു വുഡ് ഡിസൈനിൽ ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയും കബോർഡ് വർക്കുകളും അതുപോലെ ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട്. ഇവിടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ട കാരണേ
അതാണ് ഒരു കോമൺ ബാത്റൂം വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുറത്തേക്ക് കിടക്കുന്ന ഭാഗം വർക്ക് ഏരിയയിൽ നിന്ന്. ഈ ഭാഗത്തൊക്കെ ടൈലൊക്കെ എല്ലാം വിരിച്ചിട്ടുണ്ട്. കളർ ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൂ, ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ബേബി മാറ്റിലൊക്കെ വിരിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ദൂരം കേട്ടോ. 4.5 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് കണ്ട, ഫസ്റ്റ് ഭാഗത്താണ് കണ്ട, ധാരാളം സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് മുകൾ വശത്തെ വലിയൊരു ഹാളാണ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തെ പ്രൊഫൈൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ BLDCയുടെ ഫാനും ഉണ്ട്. എല്ലാ വർക്കും ഓൾറെഡി സെറ്റാട്ടോ. 4.5 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില, 4 ബെഡ്റൂമോട് കൂടിയ വീടിന് 72 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ തന്നെ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നുള്ളൂ കേട്ടോ. മുകൾ വശത്തെ ബെഡ്റൂം, അതായത് 3ാമത്തെ ബെഡ്റൂം, ആ താഴത്തെ അതേ അളവ് തന്നെ, ഒരു 12 തന്നെയാണ് ഇവിടെ അളവായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പൊക്കെ ഉള്ളിൽ ചെയ്തിട്ടേ വാൾ ടോപ്സ് ഇവിടെയും ഡ്രസ് യൂണിറ്റോടുകൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് 4 ബെഡ്റൂമിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ ഇവിടെ എക്സോസ്റ്റ് എല്ലാം ഓൾറെഡി ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് വർക്ക് നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് പറയാം. അതുപോലെ സോളാറിനുള്ള പൈപ്പ് ഏറ്റവും ടോപ്പിലായിട്ട് കൊണ്ടു നിർത്തിയിട്ടുണ്ട്. നമുക്ക് 4ാമത്തെ ബെഡ്റൂം, ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ബസ് റൂട്ടിൽ നിന്ന് വെറും 50 മീറ്റർ നമുക്ക് അടുത്തുനിന്ന് കാണാം. മണ്ണുത്തി സെൻറ്ററിലേക്ക് ഒരു 4 കിലോമീറ്റർ. അപ്പോൾ ആരാധനാലയങ്ങൾ, അതുപോലെ ക്രിസ്ത്യൻ ചർച്ച്, അമ്പലങ്ങൾ, മുസ്ലിം പള്ളികൾ എല്ലാം കൂടെ 1 കിലോമീറ്റർ ചുറ്റളവ് തന്നെയുണ്ട് കേട്ടോ. എല്ലാ ആരാധനാലയങ്ങളുണ്ട്. അതുപോലെ സ്കൂളുകളെയും മണ്ണുത്തി അടുത്ത് തന്നെ സ്കൂളുകളുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ ഇവിടെ, എല്ലാ സ്കൂളുകളിലെയും ബസ്സുകൾ നമ്മുടെ ഈ ബസ് റോഡിയുടെ തൊട്ടടുത്തൂടെ തന്നെ വരുന്നതാണ്. മുകൾ വശത്തെ ഓപ്പൺ ബാൽക്കണിയാണിത്. 3-4 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാം. നമ്മുടെ ഈ റെസിഡൻഷ്യൽ ഏരിയത്തെ പുതിയ വീടുകളാണ്. എല്ലാ വീടുകളും ഓൾറെഡി ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരു വീട് കൂടി തന്നെയുള്ളൂ. 4.5 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ വീടിന് 72 ലക്ഷം രൂപയാണ് ഉടമ ഉദ്ദേശിക്കുന്ന വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാവുന്നുള്ളൂ. ഇത് ബാക്കിലത്തെ ഓപ്പൺ ടെറസാണ്. നമുക്കിവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തുണികളൊക്കെ തോരിടാനൊക്കെ ഈ ഭാഗത്തൊക്കെ ട്രസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഫുൾ ലെങ്ത്തിൽ ട്രസ് വർക്കും ചെയ്തിട്ടുണ്ട്. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതായിരിക്കും. വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ അടുത്ത വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.